ഹായ്, അനീഷാണ്. ഇന്ന് വളരെ വ്യത്യസ്തമായ ഹെർബലൈഫ് അസോസിയേറ്റ് വെൽനസ് കോച്ച് അക്കാഡമിയാണ് നടന്നിട്ടുള്ളത്. ഇങ്ങനെ പറയാനുള്ള കാരണം പവർ പാക്ക് പ്രോഗ്രാമും കോൺഫിഡൻസ് കൂട്ടിയ പ്രോഗ്രാമും അതിലേറെ 15K രാജ്കുമാർ സാറിൻ്റെ കീഴിൽ അണിനിരന്ന പങ്കുവച്ച പ്രോഗ്രാമും. ആദ്യം തന്നെ പ്രിയപ്പെട്ട എൻ്റെ സീനിയർ കോച്ച് അൻസാർ കാക്കാണ് ഞാൻ നന്ദി പറയുന്നത്. ഇത്ര ഗംഭീരമായിട്ട് ഒരു പ്രോഗ്രാം സമാരംഭിക്കുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായ ഒരു പണിയാണ്. സ്വന്തം ജീവിതത്തിൽ അസറ്റുകൾ ഉണ്ടാക്കണമെന്ന് വാശി പിടിച്ച് മത്സരബുദ്ധിയോടെ വർക്ക് ചെയ്ത് നേട്ടങ്ങൾ ഉണ്ടാക്കിയ ഒരു ലീഡറിൻ്റെ കഥയാണ് ആദ്യം കേട്ടു തുടങ്ങിയത്. സത്യത്തിൽ ഇങ്ങനൊരു ഫീഡ്ബാക്ക് ഞാൻ പറയുന്ന സമയത്ത് അഭിമാനം തോന്നുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അടിപൊളി പെർഫോമൻസ്, വെൽ എനർജറ്റിക് ആയ പെർഫോമൻസ്, ജീവിതത്തിൽ ആസ് എ ബിസിനസ് മാൻ എന്ന് പറയുമ്പോൾ അസറ്റുകൾ ഉണ്ടാക്കി മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വം. ഞങ്ങൾക്കൊക്കെ അഭിമാനം തോന്നിയൊരു നിമിഷം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ അടുത്ത് അദ്ദേഹത്തിൻ്റെ സ്വന്തം പ്രോപ്പർട്ടിയിൽ വെച്ച് നടത്തിയ ഈദ് സെലിബ്രേഷനും 8ാമത് ആനിവേഴ്സറിയും വളരെ വിജയകരമായി നടത്തിയതിൻ്റെ വീഡിയോ കൂട്ടമായി ഇത്രയും വലിയ പബ്ലിക്കിൻ്റെ മുന്നിൽ കാണിച്ച സമയത്ത് കൊതിയാണ് ഉണ്ടായത്, സന്തോഷമാണ് ഉണ്ടായത്, അഭിമാനമാണ് ഉണ്ടായത്. ഇത് വ്യക്തിപരമായി ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ പറ്റുമായിരുന്നില്ല. പക്ഷേ ആസ് എ സീനിയർ അദ്ദേഹത്തിൻ്റെ ഹൈ പെർഫോമൻസിലൂടെ ഈ വീഡിയോ കാണിച്ച സമയത്ത് ഒരു കാര്യം മനസ്സിലായി: ചേർത്ത് പിടിക്കലിലൂടെയാണ് ഹെർബലൈഫ് വളരുക എന്നുള്ളത്. മറ്റുള്ളവരെ മനസ്സിലാക്കുന്നതിലൂടെയാണ് ഹെർബലൈഫ് വളരുക എന്നുള്ളത്. പിന്നെ അദ്ദേഹം സെഷനുകളായി അവതരിപ്പിച്ച ഓരോ കാര്യങ്ങൾ, ജീവിതത്തിൽ സ്വന്തമായി നേട്ടങ്ങൾ കൈവരിക്കണമെങ്കിൽ ഇത് ഓരോരുത്തരുടെയും ബിസിനസ്സായി വിചാരിക്കണം. ആദ്യം വരുന്നത് ഒരു പക്ഷെ കോച്ചിൻ്റെ നേട്ടത്തിനായിരിക്കാം, പക്ഷെ അസോസിയേറ്റ് ആവുന്നത് സ്വന്തം താല്പര്യത്തിലായിരിക്കണം എന്നുള്ള വളരെ വലിയ മെസ്സേജാണ് അദ്ദേഹം തന്നത്. പിന്നെ പാനലിസ്റ്റുകളായിട്ട് 3 ആളുകളുണ്ടായിരുന്നു. ഇവരുടെ അനുഭവങ്ങൾ, ഹെർബലൈഫിലേക്ക് വന്ന ജേണി, അവർക്കുണ്ടായ നേട്ടങ്ങൾ എല്ലാം പങ്കുവച്ചു. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പോയിന്റ് എന്ന് വെച്ചാൽ, പ്രിയപ്പെട്ട നിസാർക്ക പറഞ്ഞൊരു കാര്യമാണ്. നെഗറ്റീവുകൾ നമുക്കിടയിൽ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മോട് ആൾക്കാർ നെഗറ്റീവ് ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത്, ഹെർബലൈഫ് ന്യൂട്രീഷൻ പ്രൊഡക്റ്റ് കഴിക്കുന്ന നമ്മളും നമ്മുടെ ഫാമിലിയുടെയും ഫോട്ടോ അവർക്ക് അയച്ചു കൊടുത്തിട്ട് ഇതാണ് എൻ്റെ കോൺഫിഡൻറ്റ് എന്ന് പറയാനുള്ള ചങ്കൂറ്റം നമ്മുടെ ഭാഗത്തു നിന്ന് വേണം. കാരണം അതിന് വിശ്വാസം ഇറങ്ങണം. ഇതിനെക്കുറിച്ചുള്ള എഡ്യൂക്കേഷൻ പൂർണ്ണമായും നമ്മൾ പഠിക്കാൻ വേണ്ടി റെഡിയാവണം. ഇതാണ് നിസാർക്ക പറഞ്ഞത്. ഇത് തന്നെയാണ് ഞാനടക്കമുള്ള ഓരോ വ്യക്തികളും പിന്തുടരേണ്ടത്. പിന്നെ സെഷനുകളായിട്ട് ഓരോ ആൾക്കാർ വന്നു. അതിനുശേഷം എൻ്റെ പ്രിയപ്പെട്ട സീനിയർ വെൽനസ് കോച്ച് 1 Diamond 15K എക്സിക്യൂട്ടീവ് പ്രസിഡന്റ് ടീം മിസ്റ്റർ രാജ്കുമാർ സാറിനോട് ഒരാൾ ചോദിച്ചത്രേ: സാർ, ഞാൻ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി ഗോളുകൾ എഴുതി വെക്കുന്നുണ്ട്, പക്ഷേ ഗോള് ആഗ്രഹിച്ച രീതിയിൽ നേടിയെടുക്കാൻ പറ്റുന്നില്ല എന്ന്. അപ്പോൾ സാറ് ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞത്: ട്രൈ അൺടിൽ യു ആർ ഗെറ്റ്. ഒരിക്കൽ ശ്രമിച്ച് കഥക് തുറന്നില്ല എന്ന് വിചാരിച്ച് തിരിച്ചു പോവുകയല്ല വേണ്ടത്, തുറക്കുന്നത് വരെ മുട്ടാൻ നമുക്ക് കഴിയണം. ഇങ്ങനെയെങ്കിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാവും. വളരെ സൈദ്ധാന്തികമായ, ദിശനാശാലിയുടെ ആത്മീയപരമായ വിഷയങ്ങളാണ് സാർ ഇന്ന് കൈകാര്യം ചെയ്തത്. മൈൻഡിനെ തന്നെ ബ്രേക്ക് ചെയ്യുന്ന രീതിയിൽ, ട്രാൻസ്ഫോം ചെയ്യുന്ന രീതിയിൽ ഒരു മൈൻഡ് പവർ ട്രെയിനിങ് ആണ് ഇന്ന് പ്രിയപ്പെട്ട രാജ്കുമാർ സാർ ക്ലോസിംഗ് സെഷനിൽ നൽകിയത്. ആസ് എ പേഴ്സൺ, ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് ട്രാൻസ്ഫോർമേഷൻ ആഗ്രഹിച്ച സമയത്ത് ഫിസിക്കലി, ഇമോഷണലി ഒക്കെ കണക്റ്റ് ആയപ്പോൾ മെൻ്റലി തയ്യാറാവാൻ കുറച്ച് പ്രയാസപ്പെട്ടു. പക്ഷെ അതിൽ എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ച ഒരു പുസ്തകമാണ് സ്ട്രേഞ്ചസ്റ്റ് സീക്രട്ട്. ഇന്ന് അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. മനസ്സിനെ പാകപ്പെടുത്താൻ കഴിയുന്ന ഒരു വോയിസ് റെക്കോർഡ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ കേട്ടിട്ടില്ല. കച്ചവടക്കാർക്ക് വേണ്ടിയിട്ട്, പ്രശ്നങ്ങളിൽ ബുദ്ധിമുട്ടി നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട്, കുടുംബ ബന്ധങ്ങൾ ശിഥിലമായ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരു അടിപൊളി സൊല്യൂഷനാണ് സ്ട്രേഞ്ചസ്റ്റ് സീക്രട്ട്. എനിവേ സാർ, താങ്ക് യു വെരി മച്ച്. സാറിൻ്റെ മനഃശക്തിയും ലോ ഓഫ് അട്രാക്ഷനും സാർ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന വലിയ വലിയ മൂല്യങ്ങളും ജൂനിയർ നിലയ്ക്ക് ഞങ്ങളെ ഇൻസ്പയർ ആക്കുന്നുണ്ട്. കാരണം സാർ
അട്രാക്റ്റ് ചെയ്തിട്ടാണ് ജീവിതത്തിലെ പല കാര്യങ്ങളും നേടിയെടുക്കുന്നത്. സാറ് ഹെർബലൈഫിലേക്ക് വരുന്നതിൻ്റെ മുന്നേ ആഗ്രഹിക്കുമായിരുന്നു, കൊതിക്കുമായിരുന്നു. അതിനു വേണ്ടിയിട്ട് സാഹചര്യങ്ങൾ ഒരുങ്ങുന്ന സമയത്തും സാറിൽ നോക്കിയിരുന്ന ലക്ഷ്യത്തിലേക്കാണ്. ഇപ്പോൾ ഈ ക്യാപ്റ്റൻസി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നിറയെ ചലഞ്ചസുകൾ സാറ് ഫേസ് ചെയ്തു. അത് ആ മൊമെൻറ്റം ക്രിയേറ്റ് ആകാൻ വേണ്ടിയാണ് എന്നുള്ള തിരിച്ചറിവ് സാറിന് കിട്ടുകയും അത് പൂർണ്ണമായി നടപ്പാക്കാൻ പ്രതിജ്ഞാബദ്ധനാവുകയും ചെയ്യുന്നത് കാണുന്ന സമയത്ത് ഞങ്ങൾക്ക് അഭിമാനം തോന്നുന്നുണ്ട്. ഞങ്ങളും അതുപോലെ മൈൻഡ് ട്യൂൺ ചെയ്ത് പൂർണ്ണമായി പോസിറ്റിവിറ്റിയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. മാത്രമല്ല, ഇന്ന് ക്യാപ്റ്റൻ ടീമിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് നമ്മളെ ബേസ് പ്രൊഡക്റ്റ് റിസൾട്ടാണ്. അത് ഫീലോട് കൂടി അവതരിപ്പിക്കാനും അത് ജീവിതത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കഴിയണം. അങ്ങനെയെങ്കിൽ ബിസിനസ്സും ഓട്ടോമാറ്റിക്കലി നടക്കുമെന്ന് സാർ പറഞ്ഞു. പ്രോഫിറ്റബിൾ സൂപ്പർവൈസറാണ് നമ്മുടെ ലക്ഷ്യം. ഈ വർഷം അത് നേടിയെടുക്കാൻ ഞങ്ങളുടെ ടീം ഫിറ്റ് ലൈഫും മുഴുവനായിട്ട് ഉണ്ടാകുമെന്ന് ഉറപ്പ് തരികയാണ്. അത്രയും പവർഫുള്ളായിട്ടുള്ള ടീമാണ് ഞങ്ങൾക്കുള്ളത്. ഇതിനിടയിൽ നിറയെ പരിപാടികൾ നടന്നിട്ടുണ്ട്, റെക്കഗ്നേഷനിൽ നടന്നിട്ടുണ്ട്, ബിസിനസ് സ്റ്റോറികളുണ്ട്, ലൈഫ് സ്റ്റൈൽ സ്റ്റോറികളുണ്ട്, ഹെൽത്ത് ഇംപ്രൂവ്മെൻറ്റ് സ്റ്റോറികളുണ്ട്. വിശിഷ്യ ഈ വിനീതനും എൻ്റെ പേഴ്സണൽ റിസൾട്ട് പബ്ലിക്കിൻ്റെ മുന്നിൽ ഷെയർ ചെയ്യാനുള്ള ഭാഗ്യവും കിട്ടി. ചുരുക്കി പറഞ്ഞാൽ ഇന്നത്തെ ഈ സെഷൻ അല്ലെങ്കിൽ ഈ അക്കാഡമി തികച്ചും വ്യത്യസ്തമായ ഒരു അക്കാഡമിയാണ്. കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുവാനും അവരുടെ ജീവിതങ്ങളെ ട്രാൻസ്ഫോം ചെയ്യാനും നമുക്കെല്ലാവർക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്.